പുതിയ ലോകവീക്ഷണമുണ്ട്. പണ്ടാണെന്നുണ്ടെങ്കിൽ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടും ഭൂമി കേന്ദ്രീകൃതമായിട്ടായിരുന്നു മനുഷ്യർ ആലോചിച്ചിരുന്നത്. അതിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കുന്ന സമയത്താണ് ഗാലക്സികളൊക്കെ ഉണ്ടെന്നും അത് തന്നെ കോടിക്കണക്കിന് ഗാലക്സികളുണ്ടെന്നും ഒക്കെ അറിയുമ്പോൾ നമ്മളൊരു കേന്ദ്രമായിട്ടല്ല പിന്നെ അറിയുന്നത്. ഇതാണ് ആ ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാന വ്യത്യാസം. മനുഷ്യ കേന്ദ്രീകൃതമല്ലാത്ത ഒരു ലോകവീക്ഷണം. അങ്ങനെയാണ് അത് വരുന്നത്. ശാസ്ത്രവീക്ഷണത്തിനകത്ത് വരുന്ന സമയത്ത് സൂര്യൻ തന്നെ കേന്ദ്രമല്ലാതായി മാറിപ്പോകും. ആദ്യമാണ് നമുക്ക് സോളാർ സിസ്റ്റം വരുന്ന സമയത്ത് സൂര്യൻ കേന്ദ്രീകൃതമായിട്ട് നമ്മൾ കാണും. പക്ഷെ പിന്നെ ആണ് മനസ്സിലാകുന്നത് ഈ സൂര്യൻ തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ഒരു ഗാലക്സിയിലാണെന്നും ആ ഗാലക്സി തന്നെ ഒരു കേന്ദ്രമായിട്ടല്ല പിന്നെ നമ്മൾ കാണുന്നത്. പ്രപഞ്ചത്തിന് കേന്ദ്രമില്ലെന്നാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ ഇത് പക്ഷേ മനുഷ്യന്, ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരു ലക്ഷ്യവും ഒരു സെൻസ് ഓഫ് മീനിങ് ഒക്കെ ആവശ്യമില്ലേ? ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ ജീവിതത്തിനെ പറ്റി അറിഞ്ഞുകൂടാതിരുന്ന കാലത്തായിരുന്നു അത്തരത്തിലുള്ള ആശയങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്.